രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ നമ്മൾ കേട്ടിട്ടില്ലേ? രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ വലിയ പാടാണ്. രണ്ട് അറ്റവും ഒന്ന് വളഞ്ഞു കൊടുക്കാതെ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. അപ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കേണ്ട രണ്ട് അഗ്രങ്ങളും ഒന്ന് വളഞ്ഞു വരണം, എന്നാലേ മുട്ടുള്ളൂ. അങ്ങനെ അഭിപ്രായങ്ങളുടെ ചേർച്ചയാണ്, അഭിപ്രായങ്ങളുടെ യോജിപ്പിലൂടെയാണ് എന്നും നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ പിണങ്ങി നിൽക്കുന്നത് പോലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പിണങ്ങുമ്പോഴായിരിക്കും ഏറ്റവും വലിയ വിഷയം. അതുപോലെ രണ്ട് അഭിപ്രായങ്ങൾ മാറുമ്പോൾ, നമുക്കിഷ്ടമുള്ള അവരുടെ രണ്ട് അഭിപ്രായങ്ങൾ രണ്ട് തരത്തിലാവുമ്പോൾ നമുക്കത് വലിയ സംഘർഷങ്ങളുണ്ട്. ഞാൻ വേറെ എന്തോ കാര്യമാണോ പറയുന്നത്? ഇവിടെ തീരെ ചേരാത്തൊരു കാര്യമാണ്. എല്ലാവരും എങ്ങനെ ഉണ്ടായിരിക്കും. ശരി, എന്നാൽ വേറെ എന്തെങ്കിലും പറയും. ഇല്ല അല്ല, എനിക്കും നിങ്ങളുടെ അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ ചിന്തയും ഒരാളുടെ അഭിപ്രായം തന്നെയാണ്, അയാളുടെ ധാരണകൾ. അപ്പം അത് എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. പലർക്കും പലരോടും പല അഭിപ്രായങ്ങളോട് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല, മറ്റേയാളുടെ അഭിപ്രായത്തോട് നമ്മൾ യോജിച്ചാലും മതിയല്ലോ. പക്ഷെ അതിനങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കൊടുക്കുന്നതിലോ വിട്ടുവീഴ്ച ചെയ്യുന്നതിലോ ഒക്കെയാണ് നമ്മുടെ ഈ ലോകം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നത്. അതുകൊണ്ട് സിനിമയോടാണ് ഐക്യപ്പെടേണ്ടത്. സിനിമയോട് എല്ലാവരും ഐക്യപ്പെടുക. സിനിമയാണ് നമ്മളെ എല്ലാവരെയും ഇവിടെ എത്തിച്ചത്. ആ സിനിമയുടെ നിലനിൽപ്പിനും സിനിമയിലൂടെ ഉണ്ടാവുന്ന സിനിമയുടെ നന്മയ്ക്കും സിനിമയോട് ഉണ്ടാവുന്ന സമൂഹ നന്മയ്ക്കും ഒക്കെ വേണ്ടി നമുക്ക് ആലോചിക്കാം, പ്രവർത്തിക്കാം. ഒരു സിനിമ എന്ന് പറയുന്നത്, അഥവാ സിനിമയെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്നത് സിനിമ രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ്. അഥവാ കലാപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് തർജ്ജിമപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മാൻഹോൾ എന്ന സിനിമ ഉണ്ടാക്കുമ്പോഴും അതിൽ നിന്ന് അങ്ങേയറ്റം വ്യത്യസ്തമായി സ്റ്റാൻഡപ്പ് എന്ന സിനിമയിലേക്ക് എത്തുമ്പോഴും അത് കൃത്യമായും ഒരു രാഷ്ട്രീയ അടയാളമായിരിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ മാൻഹോളിൽ നിന്ന് വ്യത്യസ്തമായി പുതുതലമുറയെ കൃത്യമായി പ്രകാശിപ്പിക്കുന്ന, പ്രതിഫലിപ്പിക്കുന്ന, അവരുടെ സന്തോഷവും സങ്കടവും അവരുടെ എല്ലാ തരത്തിലുള്ള ആനന്ദവും അവരുടെ പ്രണയവും അനിഷ്ടങ്ങളും അവർക്കിടയിലുള്ള ഇഷ്ടവും ഇഷ്ടഭംഗങ്ങളും ഒക്കെ അതേ നിലയിൽ പകർത്തിവെച്ച ഒരു ചിത്രമാണ് സ്റ്റാൻഡപ്പ്. മമ്മൂക്ക, ഞാൻ ഇതിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അറിയാതെ സംസാരിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. മമ്മൂക്ക കറക്റ്റായിട്ട് സിനിമയുടെ രാഷ്ട്രീയം തന്നെയാണ് സംസാരിച്ചത്. സത്യത്തിൽ മുറിവേറ്റ മനസ്സുമായിട്ടാണ് നമ്മൾ ചലച്ചിത്ര പ്രവർത്തകർ കുറേ കാലമായിട്ട് നടന്നിരുന്നത്. കാരണം മാധ്യമ ഇടപെടലുകൾ, അനാവശ്യമായ ഇടപെടലുകൾ, മാധ്യമങ്ങൾ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥയിൽ ചലച്ചിത്ര മേഖല പുഴുക്കുത്ത് ഏറ്റതാണെന്നുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ അത് അതിജീവിക്കുക എന്നുള്ളത് വലിയ പാടായിരുന്നു. അതിൻ്റെ ഇരകളായിട്ടുള്ളവരും നമ്മളൊക്കെ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിലെല്ലാവരും ഉണ്ട്. അതൊരു പക്ഷേ രണ്ട് പക്ഷത്ത് നിൽക്കുന്നവരുണ്ട്. അവിടെയാണ് മമ്മൂക്ക പറഞ്ഞതിന് രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞ് രണ്ടറ്റം വളയുമ്പോഴാണ് കൂട്ടിമുട്ടുക എന്ന് പറയുന്നത് വലിയൊരു സത്യമുണ്ട്. അതാണ് ഞാനത് ആ രീതിയിൽ പറയുന്നത്. കാരണം അത് ചെറിയ കാര്യമല്ല. എന്നും നമ്മുടെ മനുഷ്യന്റെ ഒരവസ്ഥയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞു തീർക്കുമ്പോൾ തന്നെയാണ്. എനിക്കൊരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും നീണ്ട വാട്സപ്പ് ഓഡിയോ മെസ്സേജുകൾ വിധു വിൻസെൻ്റേതാണ്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ കഥ ഫോണിൽ കൂടെ പറയുന്നില്ല, നിങ്ങൾ വല്ല തിരക്കിലൊക്കെ ആയിരിക്കും, സമയം പോലെ കേട്ടാൽ മതി എന്നും പറഞ്ഞ് ഒരു 37 ഓഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ട്. വ്യാജ CD ഇറക്കുന്ന പോലെ ആ ഓഡിയോ ക്ലിപ്പ് ഇറക്കിയാൽ ഈ പടം മൊത്തം അതിനകത്തുണ്ട്. ഈ പടം അതിനേക്കാളും ഉണ്ട്. ഈ 2-2.5 മണിക്കൂറിന്റെ പടം എങ്ങനെയാണ് 5 മണിക്കൂർ കൊണ്ട് പറയുന്നത് എന്നൊക്കെയുള്ള വാട്സാപ്പിൽ അത്ര വിശദമാക്കി എനിക്ക് തന്നു. അത് മുഴുവൻ കേട്ട് ശേഷം പോയിട്ടാണ് ഞാൻ ചർച്ചയ്ക്ക് പോയത്. മാത്രമല്ല, നമ്മൾ ചെല്ലുമ്പം ചായ വേണോ കാപ്പി വേണോ, ഒരു മുറി ചെന്നിട്ട് ഇത്രയധികം സൗകര്യങ്ങൾ, നമ്മൾ അപ്രതീക്ഷിതമായ സാധനങ്ങൾ ചോദിച്ചാൽ വിധു എടുത്തു തരുന്നു. നമ്മൾ അവിടെ ഇരിക്കുമ്പം എന്താണെന്നറിയില്ല, എൻ്റെ ശബ്ദം ഇച്ചിരി മാറി, മൂക്കടപ്പുണ്ടെന്ന് പറഞ്ഞപ്പം ഈ ഫിക്സ് ഇൻഹേലർ വേണോ, അങ്ങനെ നമ്മൾ പരിചയമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ. ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ ഫീലാണ് ഈ വിധുവിൻ്റെ ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാം ഉണ്ട്. അത്യാവശ്യത്തിൽ ഒരു 1.5 കിലോ അരി വേണമെങ്കിൽ വരെ അതിനകത്തുണ്ട്. അത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ്റെ ജീവിക്കുന്നത്. ഇനി നിങ്ങളെ നിമിഷ സജയൻ ചിരിപ്പിക്കുന്നതായിരിക്കും. വരൂ, എവിടെ വരൂ. ഒരു 2 കോമഡി ഞങ്ങളെ കാണുമ്പോ ചെല്ലങ്ങനെ പറയും, 2 തമാശ പറയാനൊക്കെ പറയും. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾ ഇത് കണ്ടിട്ട് സിനിമ കാണാതിരിക്കല്ലേ. മമ്മൂക്ക ചോദിച്ചില്ലേ സ്റ്റാൻഡപ്പ് എന്താണെന്ന്. അതിൽ ആ ക്യാരക്ടർ സ്റ്റാൻഡപ്പ് കമീഡിയൻ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക്
അതെ അതെ, പിഷാരടി ചേട്ടൻ. എനിക്ക് ആ ക്യാരക്ടർ എനിക്ക് ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പിഷാരടി ചേട്ടനായാലും സുനീഷ് ചേട്ടനായാലും. സോ തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് പിഷാരടി ഏട്ടാ സപ്പോർട്ടിന്. സ്റ്റാൻഡപ്പ് എന്നുള്ളത് രണ്ട് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നിമിഷ എന്ന കീർത്തി എന്ന കഥാപാത്രം ചെയ്യുന്ന സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ പറയുന്ന കഥയായതുകൊണ്ട് സ്റ്റാൻഡപ്പ് എന്നും, തല ഉയർത്തി നിൽക്കണമെന്നും സമൂഹത്തിനോട് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കഥയായതുകൊണ്ടും സ്റ്റാൻഡപ്പ്. താങ്ക് യു സോ മച്ച്. മമ്മൂക്ക, ഒരുപാട് നന്ദി. മമ്മൂക്കയെ കണ്ട ഒരു അനുഭവം ഞാൻ പറയാം. കുറച്ചു നേരം പെട്ടെന്ന് തന്നെ ഞാൻ തീർത്തില്ല. സ്കൂൾ ടൈം ആയിരുന്നു. അപ്പോൾ ക്ലാസ് പകുതി ഹാഫ് ഡേ ലീവ് എടുത്ത് നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കൂട്ടുകാർ പറഞ്ഞു, എടാ മമ്മൂട്ടി വന്നിട്ടുണ്ട് മമ്മൂക്ക. ഞാൻ പറഞ്ഞു, എവിടെ എവിടെ എവിടെ? എടാ നമ്മുടെ SP യുടെ അടുത്തുള്ള ഒരു കൊട്ടാരത്തില്. എടാ പോടാ പോടാ, നീ കണ്ടോ? ആ ഞാൻ കണ്ടു. എടാ ഭാഗ്യവാനെ പറഞ്ഞ് നമ്മൾ ഓടുകയാണ്. ഓടിപ്പോകുമ്പോൾ ഫ്രണ്ടില് ഗാർഡ് ചേട്ടന്മാരെ കണ്ടു. ചേട്ടാ ഒന്ന് കണ്ടോട്ടെ ചേട്ടാ. ഇല്ലില്ല, അകത്തേറ്റ് വിടാൻ പറ്റില്ല. ചേട്ടാ പ്ലീസ് ചേട്ടാ, ഫോട്ടോ ഒന്നും എടുക്കില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. ഇല്ലില്ല, അകത്തേറ്റ് വിടാൻ പറ്റില്ല. അപ്പം വലിയ ഗേറ്റാണ്, ഗേറ്റ് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ ബന്ധപ്പെട്ട ആൾക്കാർ വരുമ്പോൾ ഗേറ്റ് തുറക്കുമല്ലോ. ഗേറ്റ് തുറക്കുമ്പോൾ നമ്മളിങ്ങനെ എത്തി നോക്കും, മമ്മൂക്കയില്ല, വീണ്ടും നിൽക്കും. വീണ്ടും ഗേറ്റ് തുറക്കുമ്പോൾ വീണ്ടും എത്തി നോക്കും, മമ്മൂക്കയില്ല, വീണ്ടും നിൽക്കും. അപ്പോൾ പെട്ടെന്ന് ഗേറ്റിന്റെ ഇടയിൽ ഒരു ചെറിയ ഇടവുണ്ടായിരുന്നു. സോ എന്ത് ചെയ്തു, ആ ഇടവിന്റെ ഇടയിൽ ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് സൈഡിലുള്ള ആൾക്കാരൊക്കെ എണീക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ശരി ആരോ വരുന്നുണ്ട്. നോക്കിയാൽ മമ്മൂക്ക ഇങ്ങനെ പതുക്കെ നടന്ന് മാസമായിട്ട് വരുന്നു. മമ്മൂക്ക അന്ന് ലൈറ്റ് കളർ ഷർട്ടും പാന്റും ആയിരുന്നു, ഇൻഷർട്ടായിരുന്നു. മുടിയൊക്കെ നല്ല പറ്റ വെട്ടിയിട്ട് August 15 എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ ആയിരുന്നു. അപ്പോ ഇങ്ങനെ കണ്ട മമ്മൂക്ക എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി, ദൈവത്തിന് നന്ദി. മുട്ടിലിഴയാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സ്റ്റാൻഡപ്പ് എന്ന ശീർഷകത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എഴുന്നു നിൽക്കുക എന്ന് തന്നെയാണ്. എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതിനേക്കാൾ നെഞ്ചുവിരിച്ച് നട്ടെല്ല് നിവർന്ന് ഒരു കാലത്തിനോട് അഭിമുഖം നിൽക്കുക എന്ന് പറയുന്ന വലിയ സന്ദേശം ഈ ശീർഷകത്തിൽ അടങ്ങുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.